ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തെ വോട്ടുകളാണ് കൂടുതലും ബി ജെ പിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഈ 15 ശതമാനം വരെയൊക്കെ നിങ്ങൾ കോൺഗ്രസിൻ്റെ വോട്ടുകളും നായർ സമുദായക്കാരെയൊക്കെ ആകർഷിച്ചു. പക്ഷേ 15 കഴിഞ്ഞ് ബി ജെ പി വളരുമ്പോൾ അപ്പോൾ നമുക്ക് വ്യക്തമാണ് ഇടതുപക്ഷ വോട്ടുകളെയാണത് ആക്രമിച്ചു തുടങ്ങിയത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരുപാട് വോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ചുറ്റിനും കാണുന്ന പോലെ ഇടതുപക്ഷമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന ഒരുപാട് വ്യക്തികളും സമൂഹങ്ങളും കുടുംബങ്ങളും ഒക്കെ ഈ പുതിയ ബി ജെ പിയുടെ ഒരു സംഘത്തിലേക്ക് നീങ്ങുന്നത് കാണാം. അപ്പം ഈ 15% കഴിഞ്ഞ് ഇപ്പോൾ 19%, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ 19% വരെയായി. തീർച്ചയായിട്ടും ഈ പഞ്ചായത്തായപ്പോഴേക്കും വീണ്ടും വോട്ട് കുറഞ്ഞു, 15% വന്നു. പക്ഷേ അപ്പോഴും LDF തന്നെയാണ് നഷ്ടമുണ്ടായത് കൂടുതൽ. അത് ഞാൻ 15 എന്നുള്ളൊരു ഘടകമല്ല, 10 കഴിഞ്ഞ് പിന്നെ മുകളിലേക്ക് വളർന്നു തുടങ്ങുമ്പോഴേക്കും 12 അത് UDF കുറേ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു അല്ല, അത് രണ്ടാമത്തെ കാര്യം. ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ആ വോട്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളിലുണ്ടായ വലിയ ചോർച്ച അത് ബി ജെ പിയെ സഹായിച്ചു തുടങ്ങി. അപ്പോൾ 20 വർഷത്തെ കഥ മാറി തുടങ്ങുന്നതിൻ്റെയാണ്. ബി ജെ പിയുടെ വളർച്ച ആദ്യം ഗുണഭോക്താവ് LDF ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഗുണഭോക്താവായിട്ട് മാറിയിരിക്കുന്നത് UDF ആണ്. നഷ്ടം മുമ്പ് UDF ഇപ്പോൾ LDF. കാരണം ഇടതുപക്ഷത്തു നിന്നുള്ള വോട്ടുകളിൽ ചോർച്ച, അതിപ്പോൾ ഈഴവ സമുദായത്തിൽ നിന്നൊക്കെ ചോർച്ചയുണ്ടായത് CPM തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ വെള്ളാപ്പള്ളി നടേശനുമായിട്ടൊക്കെ ബന്ധം ഉറപ്പിക്കാൻ ശ്രമിച്ചതും പിന്നീട് നാരായണ പണിക്കരുമായിട്ട് NSSുമായിട്ട് സ്ഥാപിച്ചതൊക്കെ ഈ തിരിച്ചറിവോടുകൂടി അല്ലെങ്കിൽ ഈ കണ്ടെത്തലോടുകൂടി തന്നെയാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. 15% അടുത്തേക്കും അതിനപ്പുറത്തേക്കും വരുമ്പോൾ